വേണ്ടേ? ഹായ് കൂട്ടുകാരെ, അപ്പോൾ രാത്രിയായി. നമ്മുടെ ആട്ടുംകുഞ്ഞുങ്ങളൊക്കെ അവിടെ കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് അവരെ എടുത്ത് അകത്തേക്ക് കൊണ്ടുപോകണം. അപ്പോൾ രാത്രിയായപ്പോൾ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി ഒരു മത്തങ്ങ കൊണ്ടു തന്നു. അപ്പോൾ ആൾ പറഞ്ഞു മത്തങ്ങ വിളയിക്കാൻ പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പോൾ ആൾക്ക് മത്തങ്ങ വിളയിക്കാൻ അറിയില്ല. സത്യം പറഞ്ഞാൽ മത്തങ്ങ വിളയിക്കാൻ എനിക്കും അറിയില്ല. അപ്പോൾ എന്തായാലും കൊണ്ടു തന്നതല്ലേ, അപ്പോൾ അതങ്ങ് ഉണ്ടാക്കിയേക്കാം എന്ന് ഞാൻ വിചാരിച്ച് അതിനുള്ള അറ്റകുറ്റപ്പണികൾ നടന്നുകൊണ്ടിരിക്കണം. മത്തങ്ങ വേവിക്കാൻ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അതും കൂടി കാണിച്ചു തരുന്നുണ്ട്. മത്തങ്ങ വിളയിക്കണത് എങ്ങനെയാണ് എൻ്റെ രീതിയിൽ എങ്ങനെയാണെന്നും കൂടി ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആട്ടുകുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് പോകണതൊക്കെ കാണിച്ചു തരാം. കുഞ്ഞുങ്ങൾ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഇനി നമുക്ക് താഴത്തേക്ക് എടുത്തുകൊണ്ട് പോകണം. കുറച്ച് നേരം കൂടി കഴിഞ്ഞിട്ട് എടുത്തുകൊണ്ട് പോകുള്ളൂ. എൻ്റെ ആ പണികളൊക്കെ കഴിഞ്ഞിട്ടാണ് താഴത്തേക്ക് കൊണ്ടുപോകുള്ളൂ. അപ്പോൾ മത്തങ്ങ വിളയിക്കണത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് മത്തങ്ങ വിളയിച്ചതിലേക്കുള്ള സാധനങ്ങളാണിത്. അല്ല, മത്തങ്ങ വിളയിക്കാൻ വേണ്ട സാധനങ്ങളാണ് ഇത്. അവല്, ജീരകവും ഏലക്കായും കൂട്ടി പൊടിച്ച് വെച്ചേക്കുന്നതാണ്. കത്തരി പോലെ. തേങ്ങ, ശർക്കര ഉരുക്കി വെച്ചേക്കണത്. അരിപ്പൊടിയും കൂടി ഈ കൂട്ടത്തിൽ നമ്മൾ ചേർക്കും. മത്തങ്ങ വേവിക്കാൻ വെച്ചേക്കണം. ഈ മത്തങ്ങ വേവിച്ച് അതിന് ചൂടാറി കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലപോലെ അതിനെ കറക്കി എടുത്തുകൊണ്ട് വരും. അത് കഴിഞ്ഞിട്ട് ഇതെങ്ങനെ കുഴക്കണം എന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ മത്തങ്ങ കണ്ടോ, നല്ലപോലെ വേവിച്ച് മിക്സിയുടെ ജാറിലിട്ട് ഇങ്ങനെ അടിച്ച് കൊണ്ടുവന്നായിരുന്നു നമ്മൾ കാണുന്നത്. ഇനി നമുക്ക് ഇന്നത്തേക്ക് തേങ്ങ മൊത്തത്തിലിട്ട് കൊടുക്കാം. ശർക്കര പാനി, പിന്നെ ഇത് അവല്, ഏലക്കായും ജീരകവും കൂട്ടി പൊടിച്ചെടുക്കണം. ഇതിട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കാം. വറുത്ത അരിപ്പൊടിയാണ്. ഈ വറുത്ത അരിപ്പൊടി കുറച്ചും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഒരു ശകലം ഉപ്പും കൂടി ഇതിനകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കണം. നമ്മളപ്പോൾ അത് ഗ്യാസ് കത്തിച്ച് അത് അടപ്പത്തേക്ക് വെച്ചു കേട്ടോ. ഇനി ഇതിവിടെ ഇരുന്നിട്ട് നല്ലപോലെ അത് ഒന്നും കൂടി ഇത്തിരി കൂടി ടൈറ്റായിട്ട് വരണം എന്നുള്ള ഇതാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിൽ വെള്ളമൊക്കെ വലിഞ്ഞ് വറ്റി വരണം. പിന്നെ നമ്മൾ ഈ മധുര സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ഒരു ശകലം ഉപ്പിടുന്നുണ്ട്. അതെന്തിനാണെന്ന് ആർക്കെങ്കിലും അറിയാമോ? ഞാൻ ഒരാളുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഛർദ്ദിക്കാതിരിക്കാനാണ് ഒത്തിരി മധുരത്തിൻ്റെ കൂടെ ഒരു ഇത്തിരി ഉപ്പിടണമെന്നാണ്. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിൽ പറയണം കേട്ടോ. ഇനി അതിന് തന്നെയാണോ എന്ന് എനിക്കും അറിയില്ല. അവർ പറഞ്ഞ കേട്ടറിവ് മാത്രമാണ് എനിക്കുള്ളത്. അപ്പം നമ്മുടെ മത്തങ്ങ വിളയിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇതുവരെ ഈ സാധനം കഴിച്ചിട്ടില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് നോക്കാം. മത്തങ്ങയല്ലേ, അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. കൊള്ളാട്ടോ. ആ മത്തങ്ങയൊന്നും മനസ്സിലാവില്ല. തേങ്ങയും ഇലയ്ക്ക് ജീരകവും ആ പൊടികളൊക്കെ വന്നുകൊണ്ട് മത്തങ്ങയൊന്നും പെട്ടെന്ന് പിടുത്തം കിട്ടില്ല നമുക്ക്. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല മധുരമുണ്ട്. എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കും കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കണം. ശരിക്കും ഇതിനകത്ത് അരിപ്പൊടി ആണ് ഇടുന്നത്. അതായത് പുട്ടിൻ്റെ പൊടിയാണ്, വറുത്ത പുട്ടിൻ്റെ പൊടിയാണ് ഇതിനകത്ത് ശരിക്കും ചേർക്കുക. എൻ്റെ കയ്യിൽ പുട്ടിൻ്റെ പൊടി ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിതൊക്കെ ചേർക്കുന്നത് കേട്ടോ. ഇത് എൻ്റെ കുറച്ച് ഞാൻ സ്വയമായിട്ട് കണ്ടുപിടിച്ച കണ്ടുപിടുത്തങ്ങളാണിത്. എന്നെ പോലെ ഉടായ്പ പണി ചെയ്യണ ആരെങ്കിലുമൊക്കെ ഇതുപോലെ ചെയ്യുന്നുണ്ടാവും.
അപ്പോൾ ഞാനിത് ഫിനിഷ് ചെയ്യാം. അപ്പോൾ ഓക്കെ, ടാറ്റാ.